ഈ ഒരു ഉപകരണത്തെ കുറിച്ച് നിങ്ങൾക്കറിയാവോ? നമ്മുടെ അടുക്കളയിൽ സർവ്വസാധാരണമായിരിക്കുന്ന ഒരു ഇൻഡക്ഷൻ കുക്കറാണ്. എന്താണ് ഇൻഡക്ഷൻ കുക്കർ? ആർക്കും അറിയാത്ത ചില വിഷയങ്ങളെ കുറിച്ച് നമുക്ക് പറയാം. ഇൻഡക്ഷന് എന്തെല്ലാം ഭാഗങ്ങളുണ്ടെന്നും അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്കറിയാവോ? ആദ്യമായി ഇതിൽ നിന്ന് പരിചയപ്പെടുത്താൻ ഇത് ഈ ഒരു ഭാഷ നോക്കാം. ഇതാണ് ഗ്ലാസ് പ്ലേറ്റ്. നമ്മൾ പാത്രം വെച്ച് ചൂടാക്കുന്ന ഭാഗത്തിനാണ് ഇതിനെ ഗ്ലാസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിന്റെ പ്രധാനപ്പെട്ട ഇന്നർ ഘടകങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രധാനമായി ഇതിനകത്തുള്ളത് ഒരു ഹീറ്റിംഗ് കോയിലാണ്. ഹീറ്റിംഗ് കോയിൽ ആക്ച്വലി ഇത് ഹീറ്റിംഗ് കോയിൽ എന്ന് പറഞ്ഞാൽ ഇത് ഹീറ്റ് ആവുന്നില്ല യഥാർത്ഥത്തിൽ. ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇത് വർക്ക് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് കൂടെ ഈ കോയിലിനകത്ത് കൂടെ ഹൈ മാഗ്നറ്റിക് ഫീൽഡ്, ഈ കോയിൽ ഉണ്ടാക്കുന്ന ഹൈ മാഗ്നറ്റിക് ഫീൽഡ് ഇത്തരത്തിലുള്ള ഒരു പാത്രത്തിലേക്ക്, ഇത്തരത്തിലുള്ള പാത്രം കാന്തമാവാൻ കഴിയുന്ന വസ്തുക്കളായിരിക്കണം പാത്രം. ശ്രദ്ധിക്കുക, ഗ്ലാസ് പാത്രങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫൈബറോ ഒന്നും ഇതിന് പറ്റില്ല. സ്റ്റീല്, ഇരുമ്പ് അല്ലെങ്കിൽ ഇരുമ്പാകാൻ സാധ്യതയില്ല. അയൺ പറ്റും, ഇരുമ്പ് പറ്റും, അതേപോലെ സ്റ്റീല് പറ്റും. അത്തരം പാത്രങ്ങൾ മാത്രമേ കാന്തമാവാൻ പറ്റുന്ന പാത്രങ്ങൾ ഉപയോഗിച്ച് ഈ പാത്രത്തിനെ കാന്തമാക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ചൂടിലാണ് നമ്മൾ ഇതിനകത്തുള്ള ഈ വെള്ളമാണെങ്കിൽ വെള്ളം തിളക്കുന്നത്, ഈ ഭക്ഷണം പാകം ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പ്രിൻസിപ്പിൾ എങ്ങനെയാണ് കൂടി പറയാം. സിമ്പിളി, ഇതിനകത്തേക്ക് ഹൈ കറന്റ് ഫ്ലോ നമുക്ക് നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്ന കറന്റ് കൊടുക്കാവുന്ന കോഡ് വയറാണ് പ്ലഗ്. ശ്രദ്ധിക്കുക, പ്ലഗിലേക്ക് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇതിനകത്തുനിന്ന് ഒരു ഹൈ ഫ്രീക്വൻസിയിലുള്ള മാഗ്നറ്റിക് തരംഗങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടും. അതിനാണ് ഈ ബോർഡ് വരുന്നത്. ഈ മദർ ബോർഡ് ശ്രദ്ധിക്കുക. ഈ മദർ ബോർഡിനകത്ത് ചെയ്യുന്ന പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൈ കറന്റ് ഉപയോഗിച്ച് ഈ കോയിലിനെ നമ്മൾ എന്താക്കി മാറ്റും, ഹൈ കറന്റുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഈ കോയിലിൽ ഉണ്ടാക്കും. ഇനി ഈ കോയിലിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി കഴിഞ്ഞാൽ നോക്കുക, ഈ പ്ലേറ്റ് വഴി നമ്മൾ പാത്രത്തിന്റെ മേലെ വെക്കുന്ന സമയത്ത് ഈ കോയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഈ പാത്രത്തിലേക്ക് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ശക്തമായ രീതിയിൽ ഇതിനെ മാഗ്നറ്റ് ആക്കുകയും വീണ്ടും മാഗ്നറ്റ് അല്ലാതാക്കുകയും ചെയ്യും. മാഗ്നറ്റ് ആക്കുന്നു, മാഗ്നറ്റ് ഇല്ലാതാക്കുന്നു. ഈ പ്രോസസ്സ് വളരെ വേഗത്തിൽ ഒരു സെക്കൻഡ് 20,000 തവണക്ക് ഒരു സമയം നടക്കുന്നു. ഹൈ ഫ്രീക്വൻസി മാഗ്നറ്റിക് ഫീൽഡ് ഇതിനെ മാഗ്നറ്റ് ആക്കാൻ നോക്കുകയും മാഗ്നറ്റ് അല്ലാതാക്കാൻ നോക്കുകയും ചെയ്യുന്ന സമയത്ത് പാത്രം ചൂടാവും. മാഗ്നറ്റിക് ഹിസ്റ്റീരിസ് എന്നാണ് പറയാം. പാത്രം ചൂടാവുകയും ആ ചൂടാണ് നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിലേക്ക് നമുക്ക് കിട്ടുകയും ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഇനി അത് കൂടാതെ ഇതിന്റെ കൺട്രോൾ പാനൽ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. നോക്കാം, ഒരു ഓൺ ഓഫ്, അതേപോലെ ഹോട്ട് പോട്ട്, ഡീപ് ഫ്രൈ, സൂപ്പ്, റൈസ്, ഇതൊക്കെ ഇതിന്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോർമലി എല്ലാ ഇൻഡക്ഷൻ കുക്കറും 1800 വാട്ട് മുതൽ 2000 വാട്ട് വരെ ഉപയോഗിക്കും. കറണ്ട് ലാഭം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു മണിക്കൂർ ഇൻഡക്ഷൻ കുക്കർ തുടർച്ചയായി വർക്ക് ചെയ്താൽ 2 യൂണിറ്റ് കറണ്ട് ആവും. പ്രധാനം ശ്രദ്ധിക്കുക. നിങ്ങൾ കറണ്ട് ലാഭം എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു മണിക്കൂർ തുടർച്ചയായിട്ട് ഒരു ഇൻഡക്ഷൻ കുക്കർ ഓപ്പറേറ്റ് ചെയ്താൽ 2000 വാട്ട് കറണ്ട് ആവും. അത് പ്രത്യേകമായിട്ട് നിങ്ങളുടെ ഇൻഡക്ഷൻ കുക്കറിന്റെ ബാക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നോക്കുക, ഇതിപ്പോ ബ്രാൻഡ് നെയിം കാണിച്ചിട്ടുണ്ട്, ഇൻഡക്ഷൻ കുക്കറിന് കാണിച്ചിട്ടുണ്ടാവും. പവർ ഇൻപുട്ട് 2000 വാട്ട് കണ്ടോ. അപ്പൊ നിങ്ങളോട് ആരെങ്കിലും ഒരാൾ പറയാണ് അത് കറണ്ട് കുറച്ചാവുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമില്ല. 2000 വാട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മണിക്കൂർ വർക്ക് ചെയ്താൽ 2 യൂണിറ്റ് കറണ്ട് ആവും. പവർ പ്ലഗ് ആണ് യൂസ് ചെയ്യേണ്ടത്. മനസ്സിലാക്കല, ഇതിന്റെ കോഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹൈ കറണ്ട് എടുത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന സാധനം. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ വളരെ ഇൻസ്റ്റന്റിൽ ഇത് ചൂടാവും. ഉദാഹരണത്തിന് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കാം. എടുക്കുന്ന സമയം നിങ്ങൾ നോക്കാം. ഞാനിത് ജസ്റ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നു. കണക്ട് ചെയ്തില്ല, ഫ്രണ്ട് പാനലൊന്നും കണക്ട് ചെയ്തില്ല. ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, പാനൽ കണക്ട് ചെയ്തു. നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നു. ഓണാക്കി, നോർമലി ഓണായിട്ട് നോക്കാം. നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്. നോക്കൂ, ഒരു ഗ്ലാസ് വെള്ളം ചൂടാവാനെടുത്ത സമയം നോക്കാം. എത്ര സെക്കൻഡ് കൊണ്ട് തിളക്കുന്നു നോക്കാം. 1400 വാട്ട് പവർ കൺസപ്ഷനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത്ര സെക്കൻഡ് കൊണ്ട് ഇത് ചൂടായി. ഇത് വർക്ക് ചെയ്യാം. ഇനി ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ പറയാം. ഇതിനകത്ത് നമ്മൾ പാത്രം വെച്ച് കഴിഞ്ഞിട്ട്
പാത്രത്തിന്റെ വെള്ളം തിളച്ച് പുറത്തേക്ക് തൂവി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. തൂവി പോയാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ എയർ വെന്റിലേഷൻസ് ഉണ്ട്. ഇതിനകത്ത് കൂടെ വെള്ളമോ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളായി കഴിഞ്ഞാൽ ഇതിന്റെ സർക്യൂട്ട് കേടുവാൻ ചാൻസ് ഉണ്ട്. പിന്നെ പ്രധാനമായിട്ട് ആർക്കും അറിയാത്തൊരു വിഷയം എന്താ വെച്ചാൽ മിക്കവാറും ഇത് ഉപയോഗിക്കുന്ന നോർമൽ പ്ലഗിലാണ്. അത് മാറ്റി പവർ പ്ലഗ് ആയിരിക്കണം. 2000 വാട്ട് പവർ ഉപയോഗിക്കുന്നത് കാരണം പവർ പ്ലഗ് ആയിരിക്കണം. പിന്നെ ഇതിന് സേഫ്റ്റി ആയിട്ട് നമ്മൾ പറയേണ്ട വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കേടാവാതിരിക്കാൻ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് എയർ സർക്കുലേഷൻ ധാരാളമായിട്ട് എയർ കിട്ടുന്നതിന് ഹീറ്റിംഗ് ഭാഗങ്ങൾ കുറെ ഉണ്ട് ഇതിനകത്ത്. ആ ഹീറ്റ് ഉടനെ തന്നെ തണുപ്പിക്കാൻ വേണ്ടി ഇതിനകത്ത് ഒരു വലിയ ഫാൻ ഉണ്ട്. കമ്പ്യൂട്ടറിനൊക്കെ യൂസ് ചെയ്ത പോലെ വലിയൊരു ഫാൻ ഉണ്ട്. ഈ ഫാന് പുറത്തുനിന്ന് എയർ എടുത്തതിന് ശേഷം ഇതിനകത്തുള്ള സർക്യൂട്ടിനെ ഇൻസ്റ്റന്റ് തണുപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഇതിങ്ങനെ വെക്കുന്ന സമയത്ത് ഇതിന് അടിഭാഗത്ത് വല്ല പേപ്പറോ കടലാസോ വെച്ചിട്ട് വെക്കരുത്. ചാക്ക് വെക്കാൻ പാടില്ല, പേപ്പറോ കടലാസുകളോ വെക്കാൻ പാടില്ല. കാരണം അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഈ ഫാൻ കറങ്ങുന്ന സമയത്ത് ഈ പേപ്പർ ഇതിനോട് കൂടെ ചേർന്ന് ഒട്ടിപ്പിടിക്കുകയും തൽഫലമായിട്ട് കാറ്റ് എയർ സർക്കുലേഷൻ കുറയുകയും ഇതിനകത്തുള്ള IGBT അഥവാ മോസ്ഫെറ്റ് എന്ന് പറയുന്ന ഒരു പവർ സാധനം ഇതാണ്. ഇത്തരത്തിലുള്ള ഒരു പവർ യൂണിറ്റ് ഉണ്ട്. ഇത് കേടുവാൻ സാധ്യതയുണ്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് പവർ പ്ലഗ് ഉപയോഗിക്കണം. മാത്രമല്ല ഈ പവർ പ്ലഗ് എല്ലായ്പ്പോഴും കറക്റ്റായിട്ട് ക്ലീൻ ആയിരിക്കണം. ഇതിനകത്ത് വല്ല റെസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്തതിന് ശേഷം പവർ പ്ലഗ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ കിരികിരി എന്നുള്ള നോയ്സോ അല്ല ഡിസ്റ്റർബൻസോ ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ഓൺ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കരുത്. കറക്റ്റായിട്ട് പ്ലഗ് ടൈറ്റ് ആയിട്ട് ഈ പവർ ടോപ്പ്, ഈ 3-pin ടോപ്പ് കറക്റ്റ് ടൈറ്റ് ആയിട്ട് ഇരിക്കണം. അതിനുശേഷം മാത്രമേ ഓണാക്കാൻ പാടുള്ളൂ. ഓണാക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഉപയോഗം കഴിഞ്ഞപ്പോൾ വെള്ളം തിളച്ചു വരും. ജസ്റ്റ് ഒരു പ്ലഗ് ഓഫ് ചെയ്യുന്നതിന് പകരം ഈ പവർ ഓൺ ഓഫ് സ്വിച്ച് ഓഫ് ചെയ്യലാണ് ബുദ്ധി. അതുകൊണ്ട് എന്താ ഗുണിച്ചു കഴിഞ്ഞാൽ പവർ ഓൺ ഓഫ് സ്വിച്ച് നിങ്ങൾ ഓഫ് ചെയ്താൽ പോലും ഈ ഫാൻ കുറച്ച് സമയം കൂടി കറങ്ങും. അപ്പൊ എന്താ ഗുണിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള സർക്യൂട്ട് തണുക്കാനുള്ള സമയം കൂടുതൽ സമയം കിട്ടും. പിന്നെ പലവിധ കമ്പനിക്കാരും ഇത് ഇറക്കുന്നുണ്ടെങ്കിലും ഏത് കമ്പനി നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല. എല്ലാ കമ്പനികളും 1800 വാട്ട് മുതൽ 2000 വാട്ട് വരെ ഉള്ള തരത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടി പറയാം, 1 മണിക്കൂർ ഉപയോഗിച്ചാൽ 2 യൂണിറ്റ് കറണ്ടാവും.